അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സ് എല്ലാം അവിടുത്തെ ഈ പറയുന്ന സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചും അവിടുത്തെ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെയും കാത്തലിക് സഭയുടെയൊക്കെ നേതാക്കന്മാരാണ്. അതവർ പാസ്റ്റർമാരും 24 മണിക്കൂർ ഈ സംഭവമായിട്ട് നടക്കുന്നവരാണ്. അവർക്ക് പൊളിറ്റിക്സും ഉണ്ട്. അവരാണ് അധികാരത്തിൽ വന്നത്. അപ്പം ഇന്ത്യ നിൽക്കപ്പോകുന്ന ഈ ക്ലിപ്പിംഗ് ഒക്കെ ഗ്ലോബൽ വൈറലായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള സംഘപരിവാറും കേരളത്തിലുള്ള മണ്ണൂണികൾ വിചാരിച്ചു അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരിതൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാൻ സാധിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കണം, നെഗോഷിയേറ്റ് ചെയ്യണം. അവരുടെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ട് അവർ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യും ഞങ്ങൾക്കറിയണം. എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള പല സ്റ്റേറ്റുകളിലും പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്, ലോകത്തെവിടെയും കേൾക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, എന്തിനാണ് ഈ ദളിറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പിറകിലുള്ളത്, എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയുടെ സഹായം വേണമെന്ന് പറയുന്നു. അതിനെ അവർ ചോദ്യം ചെയ്തു. ഞങ്ങൾക്കറിയണം എന്താണ് ഇഷ്യൂ. ഇതാണെങ്കിൽ തിരിച്ചും ഞങ്ങൾ ചെയ്തു തരും. അതായത് RSS പോലെ അവിടെ HSS ഹിന്ദു സേവാ സംഘ് അവരുടെ ആക്ടിവിറ്റീസ് എടുത്ത് ഊരക്കളയും. അതിൻ്റെ കൂടെ RAW പിടിച്ചങ്ങ് ബാൻ ചെയ്യും. ഇതാണ് ഉണ്ടായത് അകത്തൂന്ന്. അതായത് HSSൻ്റെ സീനിയർ ആയിട്ടുള്ള ന്യൂജേഴ്സിയിലെ ഒരു ലീഡറാണ് പറഞ്ഞത്. അവർ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ച് മ്യൂച്വലായിട്ട് ലോഹ്യത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലെങ്കിൽ ഏകദേശം 1% അമേരിക്കൻ പോപ്പുലേഷനിൽ ഇന്ത്യൻ ഒറിജിൻ ഉണ്ട്. അവിടെ RSSൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടുന്ന് പണം പിരിച്ച RSS ഇന്ത്യയിൽ പലയിടത്തും സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്കും അറിയാം എങ്ങനെ നിങ്ങളെ എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഞങ്ങളും ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു. തുറന്നങ്ങ് പറഞ്ഞു. നിങ്ങളവിടെ ക്രിസ്ത്യാനികളെ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ പാസ്റ്റർമാരെ ഒരു കാരണമില്ലാതെ ജയിലിലടയ്ക്കാൻ പറ്റില്ല. പോലീസിനെ ഉപയോഗിച്ച് ഈ പരിപാടികൾ പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ഇതിനു വേണ്ടി വിളിച്ചു വരുത്തി. അതായത് ചർച്ചകൾ നടത്തുകയാണ്. അതായത് ട്രേഡ് ഡീലിന് മുമ്പ്. അതുപോലെ വേറെ കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ പ്രതിരോധ ആവശ്യത്തിനായിട്ട് അമേരിക്കയിൽ പോയി. കാരണം ഇന്ത്യയുടെ എയർ ചീഫ് മാർഷലും മറ്റുള്ളവർ ഫ്ലൈറ്റ് മേടിക്കാം, അത് മേടിക്കാം. അവരുടെയൊക്കെ ആ ഇഷ്യൂ അവർ പറയും ഫ്ലൈറ്റും തരാം, ചോപ്പറും തരാം, വെപ്പൺസ് ഒക്കെ തരാം. പക്ഷെ ഈ ഇഷ്യൂ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം.